അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോന്നു. ഫുഡൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഫുഡൊക്കെ പാർസൽ മേടിച്ചു. പിള്ളേരവിടെ കാത്തു നിൽക്കുകയാണ്. സമയം 11 മണിയങ്ങാണ്ടായി. 10:15. ഓനിപ്പോഴും 6 മണിയിലായിട്ട് നിൽക്കുക. അവൻ്റെ വിചാര സമയം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. അങ്ങനെ ആൻറ്റിബയോട്ടിക് തന്നിക്ക് 5 ദിവസത്തേക്ക്. പിന്നെ എന്തെങ്കിലും ഇവൻ പ്രശ്നം വന്നാൽ പെട്ടെന്ന് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സ്കാൻ ചെയ്യാൻ ഡോക്ടർ ഒരൊറ്റ പെരുമാറ്റമാണ്. നമ്മൾ വേറെ ഒന്നിലേക്കും പോകാതിരുന്നത്. കാരണം എന്താ വെച്ചാൽ മെഡിസിന് ഡേറ്റ് കഴിഞ്ഞതൊന്നല്ല എന്ന് അവർ പറഞ്ഞു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് റെഗുലറായിട്ട് എടുക്കുന്നൊരു മരുന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, വല്ലപ്പോഴും അല്ല, ഒരിക്കലാന്ന് തോന്നുന്നു എനിക്കിങ്ങനെ പെയിന് പുറത്തായിരുന്നപ്പം ഞാൻ മുമ്പ് കാണിച്ച ഡോക്ടറുണ്ട്, മുസ്തഫ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട്. ഡോക്ടർ പറഞ്ഞത് വെയിന് പുറത്ത് പോയാൽ അത് ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. അപ്പം ഞാൻ ഇന്നലെ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴേ പറയുന്നുണ്ട് എനിക്ക് നല്ല പെയിൻ ഉണ്ട് എന്ന് പറയുന്നത്. ആദ്യം വേറൊരു മരുന്ന്, ഒരു ഗ്യാസിൻ്റെത് അടിച്ച്, പിന്നെ ഇതടിച്ചത്. അപ്പോൾ ആദ്യത്തെ മരുന്ന് കുഴപ്പമില്ല, ഞാൻ കയറുമ്പോൾ എനിക്ക് വേദനയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ രണ്ടാമത് ഇത് പൊതുവേ മരുന്ന് അടിക്കുന്ന സമയത്തൊരു വേദന ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷേ ഇതങ്ങനെയല്ല, ഭയങ്കര ഒരു വേദനയായിരുന്നു. അത് കുറച്ച് സ്ലീപ്പിംഗ് കണ്ടന്റ് ഉള്ളൊരു മരുന്നാണ്. ഈ അനസ്തീഷ്യ പോലുള്ള ഒരു സംഭവം, അങ്ങനത്തെ ഒരു കണ്ടന്റിൻ്റെ ഒരു മരുന്നാണ്. അപ്പം ഞാനതടിച്ച് വീട്ടിലെത്തി ഉറങ്ങും പോയി. എഴുന്നേറ്റത് 11 മണിക്കാണ്. അപ്പം കൈ ഇങ്ങനെ അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾക്ക് അധികമായിട്ട് വരും. അപ്പോൾ ഈ സർജൻ ഡോക്ടറും പറഞ്ഞു അത് വെയിന് പുറത്ത് പോയതാണ്, അതാണ് ഇത്രയും പ്രശ്നമായത്. പക്ഷേ സിസ്റ്റർ എന്നോട് പറഞ്ഞു വളയിട്ടിട്ടാണ്. നല്ല സിസ്റ്റർ, കാരണം സിസ്റ്ററുടെ ജോലിനെ അത് പ്രശ്നമാവുമല്ലോ. അങ്ങനെ ഏതായാലും ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു. കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. ചൂടൊക്കെ മാറി കിട്ടും. ഭയങ്കര ചൂട്, നമ്മൾ പനിച്ചൊക്കെ പൊള്ളിയാലൊക്കെ ഉണ്ടാകുന്നൊരു ചൂടില്ലേ, അത് ഈ ഒരു കൈക്ക് മാത്രം. കുറച്ച് ടെൻഷനായിപ്പോയി. അപ്പം അങ്ങനെയാണ്.